വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചേർത്തല പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ നിയമസഭാ സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്യുന്നത്. വാവ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ നേരിട്ട് കാണുക, അതായത് എൻ്റെ ജീവിതത്തിലൊരു മഹാഭാഗ്യം തന്നെയാണ് അവിടെ എനിക്ക് ജോലി കിട്ടിയത്. കാരണം ഞാൻ നേരിട്ട് കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച ആൾക്കാരെയൊക്കെ എനിക്ക് നേരിട്ട് കാണാനും അവരുമായിട്ടൊക്കെ ഇടപഴകാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പൊ അതിൽ നിന്നൊക്കെ അവരെ ഒബ്സർവ് ചെയ്യാനും അവരുടെ ശബ്ദമൊക്കെ ചെയ്യാനും ഒക്കെ മാനറിസംസ് ഒക്കെ എപ്പോഴും കാണാൻ പറ്റുന്നുണ്ടല്ലേ? അതൊരു വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യം തന്നെ. അപ്പൊ നമുക്ക് ഈ രാഷ്ട്രീയ കാലത്ത് തന്നെ തുടങ്ങാം. അത് തന്നെ കേട്ട് തുടങ്ങാം. നമ്മുടെ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറ്, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിയമസഭയിലെ തന്നെ ഒരു സ്പീച്ചാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരള നിയമസഭയ്ക്ക് എത്തിയ ഒരു മഹാസൗഭാഗ്യമാണ് മാണി സാറ് എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം. താങ്ക് യു സാർ. അടുത്തായിട്ട് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സാറേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഷുഗർ ലെവല് ഒരല്പം താന്നുപോയിരുന്നു. എനിക്കൊരല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഞാനത് ഈസി ആയിട്ട് തരണം ചെയ്തേനെ. പക്ഷേ എൻ്റെ വാക്കുകളിൽ നിന്ന് വന്ന എൻ്റെ തെറ്റുണ്ടല്ലോ, അത് വളരെ നിർദ്ദയമായിട്ട്, വളരെ നിർദാക്ഷിണ്യമായിട്ട്, ക്രൂരമായിട്ടാണ് സാറേ എന്നെ അപമാനിച്ചത്. അപ്പോൾ സാറിനോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാക്കുകൾ നിയമസഭാ രേഖകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ഉത്സവം പോലെ തന്നെ ആകർഷണീയമായതാണ് അമ്പലത്തിൽ ഈ ഗ്രൗണ്ട് അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പോ ഒരു സുപ്രഭാതത്തില് ഉത്സവത്തിന് അനൗൺസർ ഇല്ല. അപ്പൊ നമ്മുടെ വെള്ളാപ്പള്ളി നടേശ സാറ് തന്നെ അദ്ദേഹത്തിന്റെ അമ്പലത്തിന്റെ ഈ ഉത്സവത്തിന്റെ അനൗൺസ്മെന്റ് ഒന്ന് ചെയ്യാം. അതായത് ദേവി ശരണം എന്ന് പറയട്ടെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മഞ്ഞ പേഴ്സ് ഇവിടെ നഷ്ടപ്പെട്ട അമ്പലപ്പുറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതില് ഒരു 500 രൂപയുടെ ഒരു നോട്ട്, ഒരു 100 രൂപയുടെ ഒരു നോട്ട്, പിന്നെ കുറച്ച് നാണയങ്ങള്, ഒരു SBIയുടെ ഒരു കാർഡ്, ഇത്രയും സാധനങ്ങൾ അതിലുണ്ട്. ഇതിന്റെ തെളിവ് സഹിതം വന്ന് എൻ്റെ അടുത്ത് പറയുന്നു പറഞ്ഞു. ഞാൻ എൻ്റെ ഈ പേഴ്സ് കൊടുക്കുന്നതാണ്. നന്ദി, നമസ്കാരം. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടുത്ത അറിയിപ്പുണ്ടായിരിക്കുന്നതല്ല. ചേർത്തലയുടെ അഭിമാനമായ വിപ്ലവ നായിക നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി KR ഗൗരിയമ്മ ഈ അടുത്തിനെ നമ്മൾ വിട്ടുപിരിഞ്ഞു. അപ്പോൾ ശ്രീമതി KR ഗൗരിയമ്മയ്ക്ക് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശ്രീമതി KR ഗൗരിയമ്മയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാം. 92 JSS രൂപീകരിക്കുന്ന സമയത്ത് ജനാധിപത്യങ്ങളുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അന്നത്തെ കാർഷിക വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, അഹങ്കാരമുള്ളവര് ഇങ്ങനെയൊക്കെ പലതും പറയുമെന്ന്. അഹങ്കാരമല്ല എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് പ്രവൃത്തിയും അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നന്ദി, നമസ്കാരം. ഇനി ആരൊക്കെയാണുള്ളത്? ഇനി നമുക്ക് സിനിമാ താരങ്ങളിലേക്കൊന്ന് കടക്കാം. നമ്മുടെ പ്രിയപ്പെട്ട TS രാജു സാറ്, അദ്ദേഹം നമ്മുടെ ലേലത്തിലെ സോമൻ സാറ് ചെയ്ത ആ ഒരു കഥാപാത്രം TS രാജു സാറ് ചെയ്തു കഴിഞ്ഞാൽ ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിലിട്ട് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് തുണ്ടമാക്കി ജയിലിൽ പോകുമ്പോണ്ടല്ലോ, അന്നെനിക്ക് 9 വയസ്സാ. 9 വയസ്സ്. കഴുമരത്തേന്ന് എൻ്റെ അപ്പച്ചൻ്റെ ശവം ഉണ്ടല്ലോ എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തരുമ്പോഴേ ഇത്ര ചെയ്യുള്ള പുഴുക്കളാ കണ്ടോ. അതുപോലെ നമ്മുടെ ഒരു വ്യത്യസ്തമായ ഒരു ശബ്ദത്തിനുടമയാണ് നമ്മുടെ ജാഫർ ഇടുക്കി എന്ന താരം. മോളെ, നമ്മുടെ കുരിയച്ചനൊരു കല്യാണാലോചന കൊടുന്നായിരുന്നേ. ഇടുക്കിക്കാരാന്നാ പറഞ്ഞേ, നല്ല കുടുംബക്കാരാ. എൻ്റെ മോളെ ഒന്ന് വന്ന് കണ്ടച്ചോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മോളോടൊന്ന് ആലോചിക്കട്ടെ എന്നാ. മോളൊന്ന് നന്നായിട്ട് ആലോചിക്കുക. ചെറുക്കൻ കാനഡയിൽ നേഴ്സാ. പിന്നെ മോക്ക് ചാച്ചനേക്കാളും ലോകപരിചയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. മോക്ക് ആ ചെറുക്കനുമായിട്ട് ഇങ്ങനെ കുമ്പിളപ്പോക്കൊന്ന് നടന്നാൽ മതിയോ? ലോകമൊക്കെ ചുറ്റിക്കാണ്ടേ. മോള് ഒന്ന് നന്നായിട്ട് ആലോചിക്കുക. അപ്പച്ചനാ പറയണേ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്കൊന്ന് ആ ഒരു ലൈവായിട്ട് കാണുന്നതിൻ്റെ ഒരു
സാധനം, അത് ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് എന്ന് തന്നെ തോന്നുന്നു അല്ലേ നാദിക? എനിക്ക് തോന്നുന്നത് കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ട് അവരുടെ ശബ്ദം കൃത്യമായിട്ട് പഠിച്ച് മറ്റാര് ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. താങ്ക് യു താങ്ക് യു. താങ്ക് യു ഇക്ക. തെസ്നി ചേച്ചി? ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം പ്രൊഫഷൻ അല്ലാണ്ട് ഒരു മിമിക്രിക്കാരനൊന്നും അറിയപ്പെടാതെ ജോലിയും മിമിക്രിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൻഷ എൻജോയ് ചെയ്തോ? ഒരുപാട്. എനിക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ കൂടെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഷോ ഒക്കെ കാണുമ്പോൾ അവർ വന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായിട്ടും. ഞാൻ നമ്മുടെ നിയമസഭയിലെ തന്നെ യൂണിയന്റെ പ്രോഗ്രാംസിലൊക്കെ മിമിക്രി ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരും അങ്ങനെ ഒന്നും ഇത് പറഞ്ഞിട്ടില്ല. എല്ലാവരും കേൾക്കാനും, നമ്മളിപ്പോ ശബ്ദം അനുകരിച്ചാൽ എല്ലാവർക്കും കേൾക്കാനും ഒക്കെ സന്തോഷമേ ഉള്ളൂ. അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? Appreciate ചെയ്തു. ഞാൻ അത് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് നമ്മുടെ വലിയൊരു ഇൻസ്പിറേഷൻ. എക്സാക്ട്ലി. സൂപ്പർ ആയിരുന്നു. താങ്ക് യു.